സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് പി ടി കുഞ്ഞുമോനെതിരായിട്ടുള്ള പരാതി അത് 13 ദിവസം പൂർത്തിവെച്ചു. അതേസമയം ഈ പറഞ്ഞ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിൽ പെട്ടെന്നൊരു നടപടി ഉണ്ടായി. അപ്പോൾ രണ്ട് കാര്യങ്ങളിലും അല്ലെങ്കിൽ രണ്ട് വിഷയത്തിലും രണ്ട് നിലപാടാണ് CPM ഉണ്ടായത് എന്നുള്ള വലിയ ഗുരുതരമായ ഒരു ആരോപണം UDF ഉന്നയിക്കുന്നുണ്ട്. അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തില് ഇത്രയും ദിവസം ഒളിച്ചു നടന്നിട്ട് പോലീസ് ബോധപൂർവം പിടിക്കാത്തതാണെന്ന ആരോപണം ചിലർ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഈ ഗവൺമെന്റിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ ആരോപണം ഉന്നയിക്കാൻ ഉത്സാഹമുള്ളവർ അവരവരുടേതായ നിലയിൽ പല വ്യാഖ്യാനങ്ങളും അവതരണങ്ങളും നടത്തുന്നുണ്ട്. കേരളത്തിലെ LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ഒരു അമാന്തവുമില്ല. ഇപ്പൊ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞല്ലോ, CPIMന്റെ ഒരു മുൻ MLA ഇപ്പൊ അറസ്റ്റിലല്ലേ? അവിടെ എന്തെങ്കിലും കാലതാമസം വരുത്തിയോ? ഇല്ലല്ലോ. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പോലീസിലേക്ക് കൊടുക്കുന്നു, പോലീസ് അത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തുന്നു, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി അതിന് PT കുഞ്ഞുമുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന് അനന്തര നടപടികൾ ഉണ്ടാവും. PT കുഞ്ഞുമുഹമ്മദ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നല്ലാതെ അക്കാര്യത്തിൽ വേറൊരു നിലപാടും പിണറായി വിജയൻ ഗവൺമെന്റിനില്ല. മുമ്പുണ്ടായിട്ടുള്ള കേസുകളിലെ പോലെ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിലും ഒരു ഇരട്ടത്താപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ല, ആരോപണം അത്തരത്തിൽ ഉന്നയിക്കാം. ഭരണപരമായി അത് സംബന്ധിച്ച് ഓരോ തീരുമാനം എടുക്കാൻ ആവശ്യം വേണ്ട സമയം എടുത്തു എന്നുള്ളതിൽ കൂടുതൽ അതിന്റെ മറ്റു സാങ്കേതികമായ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, അതെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ രാഷ്ട്രീയമായ ഒരു കാര്യം എനിക്കറിയാം, LDF ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരാളെയും രക്ഷിക്കാൻ വേണ്ടി നിൽക്കില്ല, ഒരാളെയും ബോധപൂർവ്വം ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കില്ല. കെട്ടിച്ചമച്ച ഒരാളെ ശിക്ഷിക്കാനും പോവില്ല, ഒരു കുറ്റം ചെയ്തയാളിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതാണ് LDF ഗവൺമെന്റിന്റെ സമീപനം. അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അല്ല, അതിൽ ഈ കോടതികൾക്ക് വിധി പ്രസ്താവന നടത്താൻ അവരുടെ മുമ്പിൽ വന്ന വാദങ്ങളെയും തെളിവുകളെയൊക്കെ ആസ്പദമാക്കി അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ, സാക്ഷരതയുള്ള, രാഷ്ട്രീയ സാക്ഷരതയുള്ള, ഒരു പരിധിവരെ നിയമസാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതിൽ കോടതിയുടെ വിധി വരുമ്പോൾ ചില സാമാന്യ നീതിയെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ സാമാന്യ നീതി സംബന്ധിച്ച ധാരണയാകെ അട്ടിമറിക്കുന്ന തരത്തിൽ ഈ വിഷയത്തിൽ വിധി വന്നു എന്നുള്ളതാണ് പൊതുവിൽ കേരളത്തിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണങ്ങൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ശ്രീ ടൊവിനോ തോമസിനെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ വിവിധ സംഘടനകൾ ശക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെയും നിലപാടിന്റെയും ഒപ്പമാണ് ഞാൻ. കോടതി കുറ്റക്കാരായി ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് അർഹമായ ശിക്ഷ തന്നെ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതിനെക്കുറിച്ച് അപ്പം മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പം പൊതുമനസ്സിന് വലിയൊരു ആവലാതിയുണ്ട്, വലിയൊരു പരാതിയുണ്ട്. അത് ഈ ഒരു കേസിൽ മാത്രമല്ല. ഇപ്പം രാഹുൽ എന്നു പേരുള്ള രണ്ടുപേർ നമ്മുടെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ട്, അന്വേഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒരാള് അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ്, ഒരാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, അദ്ദേഹത്തിനെ അന്വേഷണ സംഘത്തിനും കൈമാറുന്നുമുണ്ട്. എന്നാൽ ആ സംഭവത്തിന് തന്നെ പിന്നിലുള്ള ഏറ്റവും ഘോരമായ അതിക്രമ പരമ്പരകൾ അതിൽ ഉൾപ്പെട്ടയാള് അദ്ദേഹത്തിന് കോടതികൾ മുൻകൂർ ജാമ്യം കൊടുക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റം, ആ കുറ്റവും ഗുരുതരമായ കുറ്റമാണ്. അതിന് ജാമ്യം നിഷേധിക്കുന്നു. അത് സ്വാഗതാർഹമാണ്, അത് ശരിയായ നിലപാടാണ്. പക്ഷെ അതിനേക്കാൾ വലിയ കുറ്റം ചെയ്ത ആള് മുൻകൂർ ജാമ്യവുമായി ഒരു അദ്ദേഹത്തിന്റെ പേര് നടപടിയെടുത്തു എന്ന് പറയുന്ന പാർട്ടി തന്നെ അദ്ദേഹത്തിന് പൂച്ചെണ്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ആ പാർട്ടി നമ്മുടെ ചലച്ചിത്ര താരത്തിന് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ഒരാളെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അവിടെ നീതി നടപ്പായി എന്ന്
UDFന്റെ കൺവീനർ പറഞ്ഞു. യഥാർത്ഥത്തിൽ UDFന്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് കൺവീനർ പറഞ്ഞത്. അതങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്തു ചാടിപ്പോയി. പിന്നെ അദ്ദേഹം ചില തിരുത്തലുമായിട്ട് വന്നു. അപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക നിലവാരത്തിന് നിരക്കാത്തത് പലതും സംഭവിക്കുന്നു. കേരളത്തിലെ ചില കോടതികളും കേരളം പ്രതീക്ഷിക്കുന്ന നീതിബോധം കേരളത്തിലെ ചില കോടതികൾ ചില വിഷയങ്ങളിൽ കാണിക്കുന്നില്ല. ഒരു രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കുന്നു. ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കാര്യത്തിൽ ശക്തമായിട്ട് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പോലീസിന് ചോദ്യം ചെയ്യാനെല്ലാം വിട്ടുകൊടുക്കുന്നു. അതിനേക്കാൾ വലിയ കുറ്റം ചെയ്തു എന്നതിന് ഇപ്പം തന്നെ ഒരു സീരിയൽ ഒഫൻഡറാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തുദാരമായ സമീപനമാണ്. നമ്മുടെ നാട് ചിന്തിക്കുന്ന നീതിബോധം ചില വിഷയങ്ങൾ വരുമ്പോൾ കോടതികളുടെ ഭാഗത്ത് നിന്ന് വേണ്ട പോലെ അവർക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വലിയ സംശയം, വലിയ മനസ്താപത്തോടു കൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇപ്പോൾ അപ്പീൽ പോകുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരേണ്ടതില്ലേ? അല്ല, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരണം. സംസ്ഥാന ഗവൺമെന്റ് ശക്തമായി ഈ കേസിൽ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പുറപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങളും അംഗീകരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു വിഷയമാണല്ലോ. ഇവിടുത്തെ LDF കൺവീനറും മറ്റാളുകളുമെല്ലാം ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും കാഴ്ചപ്പാടുകൾ നിങ്ങളോട് പറയും. വളരെ സന്തോഷം. താങ്ക് യു.